അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കൂവ എങ്ങനെ നമുക്ക് കൂവയിൽ നിന്ന് എങ്ങനെ നമുക്ക് കൂവപ്പൊടി തയ്യാറാക്കാന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ നമ്മൾ കൂവപ്പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ കൂവപ്പൊടി അല്ല കൂവ എങ്ങനെ കുറുക്കാം എന്നുള്ളത് തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇപ്പൊ കടകളിൽ നിന്നൊക്കെ നമുക്ക് കൂവപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതൊന്നും അത്ര ഫ്രഷ് ആയിരിക്കില്ല. അതിനകത്ത് എന്തായാലും കുള്ളിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ അരിപ്പൊടിയോ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കടകളിൽ നിന്ന് കിട്ടുക. നമുക്ക് നല്ല ഒറിജിനൽ കൂവ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അതുപോലെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കുന്നവര് നല്ല വിശ്വസ്തമായുള്ളവർക്കൊന്നൊക്കെ നമുക്ക് നല്ല അടിപൊളി കൂവ പൊടി കിട്ടും കേട്ടോ. അപ്പം ഈ കൂവ എന്ന് പറയുന്നതിന് തന്നെ പല സ്ഥലങ്ങളില് പല പേരുകളാണ് പറയാ അല്ല എന്താ ഇതിന്? കൊച്ചിയില് ശീമക്കൂവ, കൊച്ചിക്കൂവ, തിരുവിതാംകൂറില്, നമ്മുടെ അവിടേക്ക് ശീമക്കൂവന്ന് പറയും. ശീമക്കൂവ ചിലവര് വെറും കൂവാന്ന് പറയും, ചിലവര് പൂളക്ക അങ്ങനെ പറയും. അങ്ങനെ പല തരം പേരുകളാണ് ഇതിന്. ഈ കൂവയ്ക്കുള്ളത്. ഇതിന്റെ പൊടിക്കാണെങ്കിൽ നല്ല പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വില തന്നെ കൊടുക്കണം. കടകളിലൊന്നും ഇപ്പൊ അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. പക്ഷെ വീട്ടിലൊക്കെ നല്ല വില കൂടി. ഇത് നമ്മുടെ അവിടെ ഒരു ചേച്ചി ഒരു 2-3 കൊല്ലം മുമ്പ് ഞാൻ അവളോട് ചോദിച്ചപ്പോ 250 രൂപയാണ് നാഴി പൂവപ്പൊടി നിറച്ചുള്ള കൊടുക്കാറ് എന്നാ പറഞ്ഞു. ശരി. അപ്പൊ ഈ പൊടിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് വയറ്റിന്ന് പോക്ക്, നമുക്ക് വലിയവർക്കും അതെ വയറ്റിന്ന് പോക്ക്. ആരോ റൂട്ട് ബിസ്ക്കറ്റ്, ആരോ റൂട്ട് എന്നാണല്ലോ ഈ പൂവപ്പൊടിക്ക് പറയാ. ആരോ റൂട്ട് ബിസ്ക്കറ്റ് തന്നെ അതിനുള്ളതാണ്. കൊടുത്താ പെട്ടെന്ന് നിൽക്കും. അതുപോലെ മൂത്രച്ചൂട് അതിനൊക്കെ ഗൾഫില് താമസിക്കുന്നവരാണ് കൊണ്ടുപോകും. ഒരുപാട് മൂത്രച്ചൂട് അവിടെ ഭയങ്കര ചൂടാണല്ലോ അത് കാരണം. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഇതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് കൂവപ്പൊടി തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് എല്ലാവരുടെ വീട്ടിലിപ്പോ കൂവ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു കാലത്തേക്ക് നമുക്ക് ഇപ്പൊ ഇന്നത്തെ കിട്ടും. അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ കൂവയിലിങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കാണേണ്ട ഒരു ഇതില്ല. പക്ഷെ നമ്മള് അങ്ങനെയല്ലല്ലോ. നമ്മള് എങ്ങനെയാണ് കുറച്ച് കാലം കഴിയുമ്പോ എങ്ങനെയാണ് ഈ കൂവയിൽ നിന്ന് നമ്മള് വീട്ടിലൊക്കെ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് കൂവപ്പൊടി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൂടുതല് കൂവ നടന്നവര് കടയിൽ വിൽക്കാനായിട്ട് കൊടുന്നേക്കെ. ഈ പ്രാവശ്യം മച്ചാൻ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് ചോദിച്ചപ്പോ 60 രൂപയാണ് 1 കിലോ കൂവ കിഴങ്ങിന്. അത് ശരി. ഇങ്ങനത്തെ കിഴങ്ങിനല്ലേ? ഇത് നമ്മുടെ വീട്ടിലുണ്ടായി. അപ്പൊ ഈ ടൈമിലൊക്കെയാണ് നമുക്ക് കൂവ ശരിക്ക് പറിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇല വാടും. അതാണല്ലേ ഇല വാടുന്നതും. പിന്നെ ഈ കാറ്റുകാലം അപ്പൊ ഈ ധനുമാസത്തിലാണല്ലോ തിരുവാതിര. ആ തിരുവാതിര സമയത്താണ് ഈ കൂവ പറിക്കുക. ഞാന് നാളികേരം പാല് ചേർത്തിട്ട് നല്ലൊരു പായസം ടൈപ്പ് കൂവ കുറുക്കിയതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പൊടി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരുവാതിരക്കൊക്കെ നമ്മൾ നാളികേരം ചിരക്കിയിട്ടിട്ടുണ്ടാക്കില്ലേ കണ്ണാടിച്ചില് പോലെ, ആ ഒരു ടൈപ്പിലുള്ള അതും കൂടി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇത് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യാം. നമ്മുടെ തിരുവാതിരയുടെ സ്പെഷ്യൽ കുറുക്ക്. ഓക്കെ. ഈ കൂവ പറിക്കണ സമയത്താണ് ഇപ്പൊ മഞ്ഞള്, പൊടിക്കിഴങ്ങ്, കാവത്ത്, കാച്ചില്. പുറത്ത് പിള്ളേര് കളിക്കുന്നതിന്റെ നല്ല ബഹളുണ്ട്. അവിടെ മാവും കൊമ്പ് വെട്ട് എന്താ പെരുന്നാളൊക്കെയാണല്ലോ അതിന്റെ ബഹളം നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡിസ്റ്റർബൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ ഇതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ തൊലി പൊളിച്ചെടുത്ത കുവയാണിത് കേട്ടോ. ഇതുപോലെ അപ്പൊ ഇതുപോലെ നമ്മൾ പറിച്ചതിന് ശേഷം ഇതിന്റെ മുകളിലുള്ള ഇങ്ങനത്തെ ഭാഗങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. പണ്ടൊക്കെയാണ് വെച്ചിങ്ങനെ ഒരെല്ലൊക്കെ ഇടിച്ചിട്ടാണ്, അതായത് എൻ്റെ അമ്മ കഴിഞ്ഞ പോലെ വരെ ഒരെല്ലാം ഇടിച്ചിരിക്കണതുകൊണ്ടല്ലേ. ഒരെല്ലൊക്കെ ഇടിച്ചിട്ട് നമ്മൾ ഒരുപാട് കൂവയ്ക്ക് ഉണ്ട് വെച്ചെങ്കിൽ ഒരെല്ലൊക്കെ ഇടിച്ച് ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നും നമുക്ക് ഇപ്പൊ തോന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അതൊന്നും അത്ര വലിയ സുഖമായിട്ട് തോന്നില്ല. അപ്പൊ നമ്മളിപ്പൊ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഇതുപോലെ കൂവക്കിഴങ്ങ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ കിഴങ്ങ് വാങ്ങിച്ചിട്ടായാലും ഇപ്പൊ വീട്ടിൽ കൂവ ഉണ്ടായില്ലെങ്കിലും ഇങ്ങനത്തെ കൂവയില് അതിൽ വലിയ പ്രത്യേകിച്ച് കൃത്രിമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പൊ എളുപ്പം രീതിയിൽ തയ്യാറാക്കുന്ന മെത്തേഡാണ് കാണിക്കണേ. ഒറിജിനൽ കൂവപ്പൊടി കിട്ടും നമ്മൾ ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ. അതെ. വാങ്ങിക്കുന്ന കൂവപ്പൊടി അത്രയും പരമാർത്ഥതയുള്ളവരെ കൊടുക്കുള്ളൂ. അത് ശരി. വില വാങ്ങിച്ചാലും നല്ല വില വാങ്ങിക്കും. ഇത് അത്രയും റിസ്ക് ഉള്ള ഒരു പണിയാണ്. കാരണം ഇത് ഇങ്ങനെ ഇടിച്ച് പിന്നെ ഇടിച്ച് അത് മണ്ണ് ഒരു സമയത്തിനാണല്ലോ അതിന്റെ പൈസ. പാലക്കാട്ടിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. അതിലൊക്കെ മായം ചേർത്ത് വെച്ചാ
മായച്ച വിഷമൊന്നുമല്ല. ഇതിപ്പോ എല്ലാവർക്കും കൊള്ളിപ്പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. മേടിക്കണ പൊടി അത്ര നന്നാവില്ല. കുറുക്കി കഴിയുമ്പോ എല്ലാ പൊടിയും കൊള്ളിപ്പൊടി കുറുക്കിയാലും അത് ടേസ്റ്റ് വ്യത്യാസം അത് കഴിക്കുമ്പോഴേ അറിയുള്ളൂ. പിന്നെ പുതിയതായി കഴിക്കുന്നവർക്ക് അറിയില്ലല്ലോ കൊവ്വയുടെ ടേസ്റ്റ് ഇതാണെന്ന് വിചാരിക്കും. ഒറിജിനൽ കോവപ്പൊടി വീട്ടിലുണ്ടാക്കി കുറുക്കി കുടിച്ചിട്ടുള്ളവർക്ക് അത് പൊടിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ ഈ കൂവയുടെ പൊടി എങ്ങനെയാ ഇങ്ങനെ ഉരുണ്ട് വരും. നൈസായിട്ടുള്ള പൊടിയാവണെന്ന് വെച്ചാൽ നമ്മള് മിക്സിയിൽ പൊടിക്കണം. അപ്പൊ അരിപ്പൊടി പോലെ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് കിടക്കും. ശരി. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോ ഏകദേശം ഇപ്പൊ 1 കിലോ കുറച്ചൊക്കെ കൂടുതലുണ്ടാവും. ഞാൻ മൊത്തത്തില് ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഒരു ക്വാണ്ടിറ്റിയിൽ കാണിച്ചേട്ടോ. ഇത് നമ്മുടെ എല്ലാതും ഇത് തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അതായത് നമ്മൾ ഉരുളിലിട്ടിട്ട് ഇടിക്കുന്നല്ല ചെയ്യണ, മിക്സി ജാറിനകത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കിയാൽ നന്നായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ കട്ടിങ് പാഡ്മ വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മളത് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ ഇതുണ്ടല്ലോ, എന്നിട്ട് ചണ്ടിയമ്മ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണല്ലോ. തോർത്തുമുണ്ടിലാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ആക്കി ഒലമ്പി എടുക്കും. ഇത് നമ്മള് വീണ്ടും വെള്ളം ഒഴിച്ചു. മിക്സിയിൽ അരയ്ക്കുമ്പോ നല്ലോണം അരഞ്ഞുണ്ടാവും. അപ്പൊ അത് ഒരു പ്രാവശ്യം കലക്കിയ മുഴുവൻ കിട്ടില്ല. രണ്ടാമത് ഒന്നും കൂടി ഇടിക്കായാലും 2 പ്രാവശ്യം ഇടിക്കും ആൾക്കാര്. ഇത് നമ്മള് രണ്ടാമത് ഇപ്പൊ ആക്കിയപ്പോഴും കണ്ടില്ലേ, നല്ല വൈറ്റ് കളറായിട്ട് തോന്നുന്നു. അത് ആ പൊടിയാണ്, പഞ്ഞി പോലെ. ചണ്ടി കണ്ടില്ലേ, ഇതേപോലെ പഞ്ഞി പോലെ ഇരിക്കും. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് തൊടുമ്പോ തന്നെ അറിയാം ഒന്നുമില്ല എന്നുള്ളത് കേട്ടോ. ഇപ്പൊ അതിനകത്ത് ഒന്നുമില്ല, കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ആകുമ്പോ ഒരു ചെറിയൊരു പശപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതേപോലെ വീണ്ടും നമുക്കൊന്നും കൂടിയും അരിച്ചെടുക്കാം. നമ്മുടെ ഈ പാത്രത്തേക്ക് തന്നെ അരിക്കാല്ലേ, കാരണം ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, ഇനിയും സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ അരിച്ചെടുക്കാം. നന്നായിട്ട് ഇതാ ഇപ്പൊ കണ്ടോ, ഇതിലിനി ഒരു തരി പോലും പൊടി ഉണ്ടാവില്ല. അത് ശരി. അങ്ങനെ കണ്ടോ, ഭയങ്കര ഇതിനകത്ത് ഒട്ടും തന്നെ പൊടി ഉണ്ടായിരിക്കില്ല. ഇതുപോലെ അപ്പൊ 2 സ്റ്റെപ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ കൂവ അരച്ചു എല്ലാം പിഴിഞ്ഞു വെച്ചു. ഇനി ഇത് തെളിഞ്ഞ് ഇതിന്റെ 100 അടിയിൽ താഴും. അപ്പൊ നമ്മള് തെളിവെള്ളം, അപ്പൊ ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ അടിയിൽ ഇതാ ഇപ്പൊ പൊടിയുടെ ഇതാണ് ആ വെളുത്ത വെള്ളം കണ്ടു. ഇനി ഇത് പോയി ഒരു കറ വെള്ളമാവും, കറുത്ത വെള്ളം പോലെ നിറം തെളിയും. അപ്പൊ ഇത് നമ്മൾ കുറച്ച് ഊറ്റി വെച്ച് അതിന്റെ അടിയിൽ ഊറിയ വെള്ള, അത് നാളെ രാവിലേക്കാണ് ശരിയാവുക. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. ആ ടൈമിലാണ് ഇപ്പൊ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് 24 മണിക്ക് അല്ല, ഒരുപാട് അങ്ങനെ ഇപ്പൊ രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും, ഇപ്പൊ രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നാളെ തന്നെയാണ് നമുക്കിത് ഇനി മാറ്റുള്ളൂ. ഞാൻ ഒരു 9-10 മണിക്ക് ആകുമ്പോ ഇതിന്റെ ഊറ്റാൻ പറ്റും. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കും. വേണ്ട ഒരൊറ്റ വട്ടം മാത്രമേ നമുക്കിത് വെള്ളം ഒഴിച്ച് വെക്കണ്ടൂ. പണ്ട് അറിവില്ലാത്ത
ചെളി ഉണ്ടാവും അത് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണത് ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. അപൂർവം ചിലവരങ്ങനെ എനിക്ക് പറഞ്ഞു കേട്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. പക്ഷെ ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മളത് അരിഞ്ഞത്. അപ്പൊ അതിനകത്തൊന്നുമില്ല. ഇതിന്റെ കറവെള്ളമാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. കറുപ്പ് പോലെ അധികം നല്ല കറുപ്പല്ല, ഒരു കാക്കി കളറ് പോലെയായിട്ട് അത് തെളിഞ്ഞു വരും. അപ്പൊ അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇനിയിപ്പോ നമുക്കത് പരീക്ഷിക്കണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ആ തെളിവെള്ളം ഊറ്റി വെക്കാം. നാളെ രാവിലെ ആ വെള്ളം കളയുമ്പോ അതില് ഊറിയിട്ടുണ്ടോന്നുള്ളത് നമുക്ക് പരീക്ഷിക്കാം. ബാക്കി ഇതില് നല്ല വെളുത്ത പൊടി 1 കിലോനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിനി നമുക്ക് എത്ര കൊണ്ട് പൊടി കിട്ടും എന്നുള്ളത് ഇപ്പൊ പറയണില്ല. നമുക്ക് അത് ഓരോ കൂവയുടെ 100 അനുസരിച്ചിരിക്കും. 100 അനുസരിച്ചാണ് അതിനകത്ത് പൊടിയുടെ അളവിന്റെ കൂടുതലും കുറവൊക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ട് പിന്നെ നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കാല്ലേ. അപ്പൊ നാളെ കാണിച്ചു തരണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഊറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്നലെ ആക്കി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ഞാൻ ഊറ്റി കളഞ്ഞത്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ പെട്ടില്ല കേട്ടോ. അത് റെക്കോർഡായി ഉണ്ടായിരുന്നില്ല. അതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ മുകളിലെ വെള്ളം ഊറ്റി കളയുമ്പോൾ ഇതുപോലെ അടിയില് നമുക്ക് പൊടി ഊറി വന്നിട്ടുണ്ടായിരിക്കും. ഇത്രയ്ക്കൊക്കെ നമ്മൾ എടുത്തതിലേക്കുള്ള പൊടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങള് മാക്സിമം ഇപ്പൊ നമ്മള് വലിയ അരിപ്പയില് അരിക്കുമ്പോണ്ടല്ലോ, ഒരുപാട് വലിയ ഓട്ടയുള്ള അരിപ്പയല്ല, അത് കഴിഞ്ഞിട്ട് നൈസായിട്ടുള്ള കുറച്ചുകൂടി ചെറിയ അരിപ്പുണ്ട് വെച്ചെങ്കിൽ അതില് ഒന്ന് അരിച്ചെടുത്തോളൂ, കുഴപ്പമില്ല. കാരണം നമ്മൾ അരയ്ക്കുന്ന ഇതുണ്ടല്ലോ, അതിലെ ചെറിയ നാരികളൊക്കെ വലിയ ഓട്ടയൊക്കെയാണ് വെച്ചെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ ചാടും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇതേപോലെ അടിയില് ഊറി പൊടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പരന്ന ഒരു പ്ലേറ്റില് പരത്തി വെയിലത്തൊന്ന് വെക്കണം. അതിന് ശേഷം നമുക്ക് കടലാസിൽ വെച്ച് ഉണക്കിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ മുമ്പ് നമ്മൾ കടലാസിൽ വെച്ചാൽ ഇപ്പൊ ഇത്തിരി വെള്ളത്തിന്റെ ഇതുണ്ടല്ലോ, അപ്പൊ ആ വെള്ളമാകുമ്പോ കടലാസ് നനയും. അപ്പൊ നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് അതിനൊരുത്ത വെള്ളമൊക്കെ ഒന്ന് ആയതിന് ശേഷം മാത്രം നമുക്ക് പേപ്പറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പരത്തി വെക്കാം. ഇപ്പൊ നമ്മളിതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക്, അതിനുള്ളതൊക്കെ തന്നെയുള്ളൂ ഈ പ്ലേറ്റിൽ വരുന്നിരിക്കാതെ. ഇപ്പൊ നല്ല കാറ്റും വെയിലൊക്കെ ഉള്ള കാലമായ കാരണം പെട്ടെന്ന് തന്നെ അതിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും നമുക്ക്. കോവപ്പൊടി ഇങ്ങനെ ഇനി ഇരിക്കുക. അതെല്ലേ, നല്ല അടയ്ക്കൊക്കെ നമ്മള് പൊടി പച്ചപ്പൊടി കലക്കുന്ന ഒരു ഇതുണ്ട് അല്ലേ. ഇതിപ്പോ വെള്ളം കൂടിയ പൊടിയുടെ ഒരു ലെവലാണ്. അത് ശരി. അടയുടെ പൊടി ഇത്ര ലൂസ് ആവില്ലല്ലോ. തോർത്തുമുണ്ടിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ നാരൊന്നും ഇല്ലാതെ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ കുറച്ച് നാര് ഉണ്ടെന്ന് തോന്നിയപ്പോ തന്നെ നമ്മൾ ചെറിയ അരിപ്പയിലിട്ട് അരിച്ചു കിട്ടും. അത് കാരണമാണ് ഞാനത് പറയാനുള്ള കാരണം. അതായത് ഒരുപാട് വലിയ ജ്യൂസർ അരിപ്പ ഒരുപാട് വലുതാകുമ്പോ നമുക്ക് അതിൽ നാര് പെടുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അരിഞ്ഞല്ലോ ഇടിക്കുമ്പോ അതിങ്ങനെ എത്ര ഇടിഞ്ഞാലും ചണ്ടി പോലെ തന്നെയാണ് വരും. ആ ചണ്ടീനെ ഒലമ്പി ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ ടെറസിന്റെ മുകളിൽ ഞാൻ ചിമ്മണിയുടെ മുകളിലാണ് ഇത് കൊടുന്ന് വെച്ചത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കുമല്ലോ. ഇതുപോലൊരു വലയിട്ട് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നല്ല കാറ്റുകാലൊക്കെ ആവുക കാരണം അത്യാവശ്യം പൊടിയും കരടൊക്കെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കി വെക്കായിരിക്കും കൂടുതൽ നന്നായിരിക്കും. ഇപ്പോൾ ഇത് നല്ലവണ്ണം കട്ട പിടിച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കുക. ഈ പ്ലേറ്റിലത്തെ ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കട്ടകളൊക്കെ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വേഗം തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതേപോലെ ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് പേപ്പറിൽ പരത്തിയിടാം. നമ്മൾ കട്ടിക്ക് തന്നെ നല്ല പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല കാറ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചില്ല വെച്ചെങ്കിലൊക്കെ പറന്ന് പോകും കേട്ടോ കാറ്റിന്. ശരിക്കും പൊടി ഉണങ്ങി കിട്ടാനേ നല്ല നൈസാക്കി കൊടുക്കണ്ട ഇപ്പോൾ. കാരണം ഇങ്ങനെ ഉണ്ടയിട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ വല്ലാണ്ട് തൂളി പോവില്ല. അല്ലെങ്കിൽ നമുക്കൊക്കെ കാറ്റത്ത് തൂളി പോകാനേ ഉണ്ടാവുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല വെച്ചെങ്കിൽ ഇതേപോലെ അങ്ങനെ ആക്കിയിട്ട് കൊടുത്താലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായി ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും ചിലപ്പോഴേ. നന്നായി വലിഞ്ഞ് കിട്ടിയാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ 2 ദിവസം കൊണ്ടൊക്കെ ഉണക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കൂവപ്പൊടി എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം ഞാൻ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം തന്നെ 2 ദിവസം വെയിലത്ത് വെച്ചപ്പോൾ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഇരിക്കും നമ്മുടെ കൂവപ്പൊടി ഉണങ്ങിയ കേട്ടോ. ഇനി ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിനകത്തിട്ട് തന്നെ വെള്ളമില്ലാതെ നല്ല മിക്സി ജാറിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണമെങ്കിൽ നൈസ് പൊടിയായിട്ടിട്ട്, പക്ഷെ പൊടിയൊക്കെ പെട്ടെന്ന് തൂളി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന നേരത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അല്ല പൊടിയായിട്ട് നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മിക്സി ജാറിനകത്തിട്ട് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെയിലത്ത് വെക്കുക. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ട് വെച്ചെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് അതുപോലെ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വെയിൽ കൊള്ളിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ശരിക്കും കൂവപ്പൊടി നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടും കുറച്ച് കാലത്ത് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി ഗുണം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂവപ്പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ കടയിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂവ നമ്മൾ പച്ചക്കാണെങ്കിൽ ചിലപ്പോൾ വെട്ടിയിടും, ഇങ്ങനെ നടുകീറി വെട്ടിയിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിൻ്റെ ആ തൊലി അടക്കം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, അപ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമ്മൾ ഇങ്ങനെയേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്